വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. NCPയുടെ നിയമസഭാ കക്ഷി നേതാവും നിയമസഭയിൽ കുട്ടനാട് മണ്ഡലത്തിൻ്റെ പ്രതിനിധിയുമായ ശ്രീ തോമസ് ചാണ്ടിയാണ് വർത്തമാനത്തിലെ ഇന്നത്തെ അതിഥി. നിയമസഭയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ അംഗം എന്ന സവിശേഷത കൂടി ഇദ്ദേഹത്തിനുണ്ട്. വർത്തമാനത്തിലേക്ക് ശ്രീ തോമസ് ചാണ്ടിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സർ, വർത്തമാനത്തിലേക്ക് സ്വാഗതം. എനിക്കൊന്ന് ഞാൻ 2000-ലോ 2001-ലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് തോമസ് ചാണ്ടി എന്ന വ്യക്തിയെ കാണുന്നത് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ്. അന്ന് എനിക്ക് തോന്നുന്നു താങ്കൾ സ്ഥാനാർത്ഥിത്വത്തിനായി അവിടെ വന്നതാണെന്ന്. ഞങ്ങൾ അന്ന് താങ്കളുടെ ഒരു അഭിമുഖം എടുക്കുകയും ചെയ്തു സൂര്യ TV. പിന്നീടാണ് 2006-ലാണ് താങ്കൾ DIC ബാനറിൽ അല്ലേ കുട്ടനാട് നിന്നും ജനവിധി തേടുന്നത്. തോമസ് ചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അന്ന് ആക്ഷേപം ഉണ്ടായിരുന്നു. പേയ്മെൻറ്റ് സീറ്റായിരുന്നു താങ്കളുടേത് എന്നാണ് അന്ന് പറഞ്ഞു കേട്ടത്. ഒരു പണക്കാരനായതുകൊണ്ടാണോ ഇത്തരം ആരോപണം വന്നത്? 2001 നിങ്ങൾ എന്നെ അവിടെ വെച്ച് കണ്ടു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം 2000-ൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ കരുണാകരൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് ലീഡറെ 8:30 മണിയായി ഞാൻ പോകട്ടെ എന്ന് ചോദിച്ച് ഞാൻ ഇവിടെ കഴിച്ചിട്ട് പോകാം. ഞാൻ പറഞ്ഞില്ല ലീഡറെ, ഞാൻ പോവാം, വീട്ടിൽ ഗസ്റ്റുണ്ട്. എന്നാൽ താൻ പോവും എന്ന് പറഞ്ഞ് പോയി അദ്ദേഹത്തിൻ്റെ മുറിയുടെ ഡോറ് തുറന്ന് പുറത്തോട്ടിറങ്ങാൻ തുടങ്ങിയാണ് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു. ചാണ്ടി ഇങ്ങോട്ട് എന്നൊരു കാര്യം പറയട്ടെ. അവിടെ ഇരുത്തി. 7 മാസം കഴിയുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്, തനിക്കറിയാവോ? ഞാൻ പറഞ്ഞറിയാം. ഇവിടെ പുറത്തെ ബഹളമൊന്നും താൻ കാണുന്നില്ല, ഇവിടെ വരുന്നവരില്ല സീറ്റ് ചോദിക്കാൻ. അപ്പോൾ തനിക്ക് ഈ പാർലമെൻ്ററി മോഹങ്ങളൊന്നും ഇല്ലയോ? അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. ഇതിന് സാക്ഷി അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൻ മാത്രം, പത്മജയുടെ മകൻ മാത്രം അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി. അന്ന് വരെ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിട്ടും എനിക്കൊരു ഇലക്ഷൻ നിൽക്കണമെന്നോ എനിക്ക് മനസ്സിലൊരു പ്ലാനുണ്ട്. അടുത്ത പാർലമെൻറ്റിൽ വരുമ്പോൾ ആ സീറ്റ് ചോദിക്കണം. ഞാനൊരു വിദേശ മലയാളിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പിന്നീടാകാം എന്ന് വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ലീഡറെ പാർലമെൻറ്റ് വരട്ടെ. അതൊക്കെ ഇനി എന്നാ? താനിപ്പം ഏതെങ്കിലും ഒരു മണ്ഡലം നോക്കി വെച്ചിട്ട് എന്നോട് പറ. ലീഡർ പറഞ്ഞ ഭാഷയെ ഞാൻ പറഞ്ഞു. ഉടനെ ഞാൻ എടുത്തു പോയാലേ ലീഡറെ, അങ്ങനെയാണെങ്കിൽ ഞാൻ താമസിക്കുന്നത് ഇപ്പം അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമാണ്. എനിക്കവിടെ ഒരുപാട് ബന്ധുബലവും ഒക്കെയുണ്ട്. അത് തനിക്കറിയാൻ മേലാത്തതുകൊണ്ടാണ്. കമ്മ്യൂണിക്കേഷൻസ് ശരിയാകത്തില്ല. തനിക്കെന്താ കുട്ടനാട്ടിൽ നിന്നാൽ? അപ്പോൾ ഞാൻ പറഞ്ഞു, ലീഡറെ കുട്ടനാട് എനിക്ക് അത്രയും വലിയ അടുപ്പമില്ല. താൻ കുട്ടനാട് നോക്കി പ്രവർത്തിക്കുക, സീറ്റ് വാങ്ങിച്ചു തരാം, ഞാൻ തന്നെ ജയിപ്പിച്ചു തരാം. അതാണ് 2001-ൽ സീറ്റിന് വേണ്ടി നടന്നത്. പക്ഷേ ആ കറക്റ്റ് സമയമായപ്പോൾ ലീഡർ സുഖമില്ലാതെ ആശുപത്രിയിലായി. എനിക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ലാതെ വന്നു. അങ്ങനെയാണ് അന്ന് തഴയപ്പെട്ടു പോയത്. ഞാൻ പിന്നെ ലീഡറോട് വലിയ അടുപ്പം കാണിക്കാൻ നിന്നപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, താൻ എന്താ പഴയതുപോലെ ഇപ്പോൾ ഇവിടെ വരുന്നില്ലല്ലോ? ഇല്ല ലീഡറെ. അല്ല, എനിക്കറിയാം തന്നോട് നീതി കാണിക്കാൻ എനിക്കൊത്തില്ല. താൻ എനിക്ക് സമയം തരണം. ആ മനുഷ്യൻ 2006 വാക്ക് പാലിച്ചു. അല്ലാതെ പേയ്മെൻറ്റൊക്കെ ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേയ്മെൻറ്റൊക്കെ പണ്ട് നടത്തിയിട്ടുണ്ട്. ഇത് വെറുതെ, അത് പിന്നെ സാധാരണ ഒരു ആരോപണം. എനിക്ക് വേണ്ടി അന്ന് ആ സീറ്റ് തോമസ് ചാണ്ടിയെ നിന്നാൽ ജയിക്കുമെന്ന് ലീഡറോട് പറഞ്ഞു മനസ്സിലാക്കിയ കൂട്ടത്തിൽ ഇന്നലെ മരിച്ചുപോയ TM ജേക്കബും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വൈസ് ചെയർമാനായ എൻ്റെ നാട്ടുകാരൻ, എൻ്റെ നാട്ടിൻ്റെ മുൻ MLA, കുട്ടനാടിൻ്റെ മുൻ MLA ഉമ്മൻ മാത്യുവും ഇവർ 2 പേരും, അതുപോലെ തന്നെ D സുഗതനും
ഈ 3 പേരോട് എനിക്ക് കടപ്പാടുണ്ട് ഈ കാര്യത്തിൽ എനിക്ക് സീറ്റ് വാങ്ങിച്ചു തന്നതിന്. അല്ലാതെ മറ്റ് യാതൊരു സ്വാധീനമില്ല. ലീഡറുടെ ഹൃദയത്തിൽ നിന്ന് വന്ന സീറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ജയിച്ചത്, വീണ്ടും ജയിച്ചത്. അല്ലാതെ അതിനകത്ത് മറ്റൊന്നുമില്ല. അല്ല, കുബേരനായ താങ്കൾ എങ്ങനെ ഈ കുട്ടനാട്ടിലെ സാധാരണക്കാരെ അക്സെപ്റ്റ് ചെയ്തു? ഈ കുബേരന് മുമ്പൊരു ചരിത്രമില്ലേ മനുഷ്യന്? 1972, 73, 74, 75 കാലഘട്ടങ്ങളിൽ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു, ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു. കുട്ടനാട്ടിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവെന്ന് അറിയപ്പെട്ടിരുന്നത് തോമസ് ചാണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ പോവുകയും ചെയ്യുന്ന കാലത്ത് MLA ആകുന്നതിന് മുൻപ് ഒരു ഇലക്ഷൻ 48 മണിക്കൂർ മുമ്പ് 2 ബോട്ട് പോലീസ് വന്നാണ് എൻ്റെ വീട് റെയ്ഡ് ചെയ്തത്. അപ്പം ഞാൻ ലീഡറോട് വെച്ച് പറഞ്ഞു, ലീഡറെ ഇങ്ങനെ എൻ്റെ വീട് റെയ്ഡ് ചെയ്തു, ഞാനന്ന് അകത്താക്കാമെങ്കിൽ അവിടെ കാരണം എന്തെങ്കിലും പറയാമല്ലോ. അല്ലെങ്കിൽ അവിടുന്ന് 2 കുപ്പി മദ്യം കണ്ടെടുത്തെന്നോ 4 കുപ്പി 2 കൈവയ്ക്കംശം വെക്കാവുള്ളൂ, 3 പിടിക്കാമല്ലോ. ഞാൻ അകത്ത് പോയാൽ അവിടെ സ്വതന്ത്രമായി കളയോട്ടൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒതുക്കുക എന്നുള്ള ഒരു ശ്രമം വന്ന് ഒരു ഭാഗത്തു നിന്ന് നടന്നു. അപ്പം ഞാൻ ലീഡറോട് വെച്ചിട്ട് പറഞ്ഞു, ലീഡറെ ഇങ്ങനെ എനിക്ക് കേസ് കൊടുക്കണം ഹൈക്കോടതിയിൽ മാനനഷ്ടത്തിന്. എന്തിനാണോ എൻ്റെ വീട്? ഇപ്പം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, താനാണ് കുട്ടനാട്ടിലെ കോൺഗ്രസിൻ്റെ നേതാവെന്ന്. അതോടുകൂടി എൻ്റെ ആ ദേഷ്യം അങ്ങ് തണുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു ഒരു കാലത്ത്. കുട്ടനാട്ടിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. പക്ഷേ വീട്ടിലെ മൂത്തയാളായിരുന്നതുകൊണ്ടും വീട്ടിൽ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടും എൻ്റെ അമ്മയുടെ വാക്ക് കേട്ട് രാഷ്ട്രീയം നിർത്തി അന്ന് കയ്യിൽ കിട്ടിയ വീസയുമായി കുവൈറ്റിലേക്ക് പോയതാണ്. അവിടെ രക്ഷപ്പെട്ടു. കുവൈറ്റിൽ ചെന്ന് അതിപ്പം സർവശക്തനായ ദൈവം കുറേ പേരെയൊക്കെ അവിടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കോടീശ്വരന്മാർ എൻ്റെ എത്രയോ 100 ഇരട്ടി 1000 ഇരട്ടി സമ്പത്തുള്ള മലയാളികൾ അവിടെയുണ്ട്. അപ്പം അതൊക്കെ ഒരു ദൈവിക അനുഗ്രഹം പോലെ അത് ചിലർക്കൊക്കെ വന്ന് ഭവിക്കുന്നു. ഞങ്ങളെക്കാൾ എത്രയോ മിടുക്കന്മാർ ഞങ്ങൾക്ക് മുമ്പേ ചെന്നവർ ഇപ്പോഴും രക്ഷപ്പെടാതെ അവിടെ നടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമെന്ന് ഞാൻ പറയത്തില്ല, അതൊക്കെ ഈശ്വര അനുഗ്രഹം. ഈ പണക്കാരെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും അല്ലേ? താങ്കൾക്ക് അങ്ങനെ അനുഭവമില്ലേ? എനിക്ക് തിരിച്ച അനുഭവം. കാരണം എൻ്റെ നാട്ടിലിറങ്ങി എതിർ പാർട്ടിയോട് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം UDFൻ്റെ സപ്പോർട്ടിൽ നിന്നു, ഈ പ്രാവശ്യം LDFൻ്റെ സപ്പോർട്ടിൽ നിന്ന്, ഈ 2 സമയത്തും എനിക്കെതിരായി ഒരു അഴിമതി ആരോപണം വരാത്തതിൻ്റെ കാരണം എനിക്ക് പണത്തിന് ആവശ്യമില്ല എന്ന് ജനത്തിന് നന്നായി അറിയാം. അതൊരു പോസിറ്റീവ്. 2, എനിക്കുള്ള പണം കൊണ്ട് നാട്ടിൽ അനേകരെ 100 കണക്കിന് ആൾക്കാർക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാർക്ക് ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത പാവങ്ങൾക്ക് ടോയ്ലറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ചികിത്സയ്ക്ക് കാശ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസത്തിന് കാശ് കൊടുക്കുന്നുണ്ട്. ദാവീദ് പുത്ര ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് തന്നെ ഉണ്ടാക്കി എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും എല്ലാം വരുമാനത്തിൽ നിന്ന് ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞു തന്നതുപോലെ, എൻ്റെ മാതാവ് പറഞ്ഞു തന്ന പോലെ ഒരു ഭാഗം മാറ്റി വെച്ച് ഈ പാവങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ജനത്തിനറിയാം തോമസ് ചാണ്ടി മോട്ടിക്കത്തില്ല, തോമസ് ചാണ്ടിക്ക് കറപ്ഷനില്ല. കാരണം കറപ്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് MLA ഫണ്ട് കൊണ്ട് മാത്രം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റില്ലല്ലോ. MLA ഫണ്ടിൽ 1 രൂപ പോലും ഇങ്ങനെയുള്ള കാര്യത്തിന് എടുക്കാൻ പറ്റില്ല. MLA ഫണ്ട് കൊണ്ട് റോഡ് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസത്തിന് കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുക്കാനോ ഇലക്ട്രിക് പോസ്റ്റ് ഇട്ട് കൊടുക്കാനോ ലൈൻ വലിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് MLA ഫണ്ട് വിനിയോഗിക്കാൻ ഒക്കത്തുള്ളൂ. അല്ലാതെ രോഗികൾക്കൊന്നും കൊടുക്കാൻ MLA ഫണ്ടിന് അനുവാദമില്ല. അതിന് ശരിയായ മാർഗനിർദ്ദേശം കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അവരാണത് പാസ്സാക്കേണ്ടത്. ഞങ്ങൾ എന്തെങ്കിലും എഴുതി വിട്ടാൽ കളക്ടർ വിചാരിച്ചാലും പാസ്സാക്കാനൊക്കത്തില്ല. അതിന് ചില നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ പോകത്തുള്ളൂ. ഈ നിയമസഭയിൽ ഇത് 6ാമത്തെ വർഷമാണ് അല്ലേ നിയമസഭാ പരിചയം? എങ്ങനെയുണ്ട് നമ്മുടെ സംസ്ഥാന നിയമസഭയുടെ പ്രവർത്തനങ്ങൾ? ആർ യു ഹാപ്പി? ഒരിക്കലും ഹാപ്പിയല്ല. കാരണം ഞാൻ പ്രതീക്ഷിച്ച ഒരു നിയമസഭയല്ല വന്നു കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന നിയമസഭ. ഒരു MLA ആയിക്കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമുണ്ടെങ്കിൽ എൻ്റെ ദേശത്ത് റോഡ് വരും, പാലം വരും, അല്ലെങ്കിൽ എൻ്റെ ദേശത്ത് വലിയ വികസനമൊക്കെ ആത്മാർത്ഥമായിട്ട് ഞാൻ വിചാരിച്ചാൽ ചെയ്യാം എന്നൊക്കെയുള്ള എൻ്റെ ധാരണ തെറ്റിപ്പോയി. ഒന്ന് ഭരണപക്ഷത്താണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷി 2 പ്രാവശ്യവും എനിക്കിപ്പം അനുഭവം തിരിച്ചാണ് ഉണ്ടായിരിക്കുന്നത്.
ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാം. അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഈ ദേശത്ത്, കാരണം ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലൂടെ യാത്ര ചെയ്ത് ലോകത്തിൻ്റെ വികസനം എന്താണെന്ന് ശരിയായി കണ്ടു മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഒട്ടും ഹാപ്പിയല്ല. എനിക്ക് നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് പോലും ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നുമുള്ള ആളല്ല. കാരണം അമേരിക്കയുടെയും കുതിച്ചുചാട്ടം ആരംഭിച്ചത് അമേരിക്കയിൽ ക്രോസ് കൺട്രി ഹൈവേസ് ഉണ്ടായപ്പോഴാണ്. ആ ചരിത്രവും ആ പുസ്തകവും വായിച്ചാൽ ഇപ്പോൾ ചൈനയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള 8 വരി പാതകളാണ് ചൈനയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് വ്യവസായം വളരുന്നു. എന്തിന്? അമേരിക്കയിൽ ചെന്നാൽ നിങ്ങളൊരു കടയിൽ കയറിയാൽ വാങ്ങിക്കുന്ന സാധനമെല്ലാം ചൈനയുടെയാണ്. വ്യവസായത്തിലേക്ക് വലിയൊരു കുതിച്ചുചാട്ടം. അവർ പ്രത്യയശാസ്ത്രമൊക്കെ തൽക്കാലം ഫ്രീസറിനകത്ത് വെച്ചിരിക്കുക. പാർട്ടി തന്നെയാണ് രാജ്യം ഭരിക്കുന്നത്, ഒന്നും അവർ വിട്ടുകൊടുക്കത്തില്ല. പക്ഷേ പ്രത്യയശാസ്ത്രമൊക്കെ മാറ്റി വെച്ചിട്ട് ആദ്യം രാജ്യം സമ്പന്നമായാൽ മാത്രമേ, അതിൽ നിന്ന് ടാക്സും വരുമാനം ഉണ്ടായാൽ മാത്രമേ പാവങ്ങൾക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. അല്ല, ദാരിദ്ര്യം കണ്ടിച്ചു മുറിച്ച് സോഷ്യലിസം വീതിച്ചു കൊടുക്കാനൊക്കത്തില്ല എന്നവർ പഠിച്ചു. അതുകൊണ്ട് രാഷ്ട്രത്തെ സമ്പന്നമാക്കുക എന്നുള്ള പോളിസിയാണ് ഇപ്പോൾ അവരെടുത്തിരിക്കുന്നത്. വിദേശത്ത് ഞാൻ ഇപ്പോഴും, എനിക്ക് 3 സ്കൂൾ കുവൈറ്റിലും 1 സ്കൂൾ സൗദി അറേബ്യയിലും ഉണ്ട്. എൻ്റെ സ്കൂളിൽ കിടക്കുന്ന ഫർണിച്ചറെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ വില കുറച്ച് നല്ല ഫർണിച്ചർ ചൈനയിൽ നിന്ന് വരുന്നു. ഏതാണ്ട് സ്കൂൾ ഫർണിച്ചറും കൊണ്ട്, ചൈനീസ് ഫർണിച്ചറും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചു, പിന്നെ മാറി ഭരിച്ചു. ഇത് ആര് ഭരിച്ചാലും ഇവിടെ നമുക്ക് സമരത്തിന് നേരമുള്ളൂ. വിവാദങ്ങളുടെ വ്യവസായം മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രശ്നം. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക്, ഇപ്പം ഞങ്ങളൊക്കെ ഉപജീവനത്തിന് വേണ്ടി വീട്ടിലെ പ്രയാസം അല്ലെങ്കിൽ വീട്ടിൽ ഒരു ശരിയായ ഇത് ഉയർച്ച ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് രാഷ്ട്രീയമൊക്കെ നിർത്തി വിദേശത്ത് പോയി അവിടെ അധ്വാനിച്ച് പണം ഉണ്ടാക്കി തിരിച്ചു വന്നത്. ഇന്ന് ആൾക്കാർക്ക് വിദേശത്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ഇവിടുത്തെ സർക്കാർ ജോലിയിൽ കയറുന്നതാണ്. ഇവിടുത്തെ സർക്കാർ ജോലി ഗൾഫിൽ പോകുന്നതിൻ്റെ ഒത്തിരി ഇരട്ടി പണമുണ്ടാക്കാവുന്നൊരു ധാരണയിലേക്ക് മാറുന്നു. അതുകൊണ്ടാണല്ലോ 55 വയസ്സ് മനുഷ്യൻ്റെ നല്ല പ്രായത്തിൽ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരുന്നത്. ഇതൊക്കെ 60 ആക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? ചെറുപ്പക്കാർക്ക് ജോലി കിട്ടത്തില്ല. ഞങ്ങളൊക്കെ പോലെയൊക്കെ ചെറുപ്പക്കാർ ഈ രാജ്യത്ത് ജീവിച്ചവരാണല്ലോ, ചിന്താവാദം വിളിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ വിദേശ രാജ്യത്ത് പോയില്ല. ഇന്നും എത്രയോ ആയിരങ്ങൾ അവിടെ കിടന്ന് പണിയെടുക്കുന്നത്. ഇവിടെ പിന്നെ ആർക്കാ 2 കൊമ്പുള്ളത്? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാർക്കും ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണം. ചെറുപ്പക്കാർക്ക് സർക്കാർ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ IT രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവരോ? അപ്പോൾ ഇടതുപക്ഷ മുന്നണി യോഗത്തിൽ ഇതൊക്കെ ശക്തമായി ഇത് എല്ലാ യോഗത്തിലും പറയാറുണ്ട്. കേരള നിയമസഭയ്ക്കകത്ത് ഇനി ഞാനത് നന്നായി പറയാനും പോവുകയാണ്. എത്രത്തോളം പൊരുത്തപ്പെട്ടു പോകാനാവുന്നുണ്ട് ഇടതുപക്ഷ ആശയങ്ങളുമായി താങ്കൾക്ക്? സ്വാഭാവികമായിട്ടും അല്ലേ താങ്കൾ? ഒരു കാര്യം പറയാം. ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം ശുദ്ധമാണ്. അവർക്ക് പാവങ്ങളെ സഹായിക്കണമെന്നും ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും, പക്ഷേ ഇതങ്ങോട്ട് നടന്നു വരുന്നില്ല പ്രാക്ടിക്കലായിട്ട്. തടസ്സങ്ങളുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ചൈനക്കാരൻ പോളിസി മാറ്റി എന്താ? ഇവിടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹൈവേക്ക് ഒരു പ്ലാൻ വന്നപ്പോൾ തന്നെ അന്ന് ഒരു പത്രമാണ് എതിർത്തത്. ഞാൻ ആ പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. ആ പത്രത്തെ അറിഞ്ഞോ അറിയാതെ ഇടതുപക്ഷത്തിന് പിന്തുണയ്ക്കേണ്ടി വന്നു. ഞാൻ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം അപകട മരണങ്ങൾ ഡെയിലി ഉണ്ടാകുന്നു. ഞാനിപ്പം നാഷണൽ ഹൈവേ കൂടെ വണ്ടി ഓടിച്ച് പോകത്തില്ല. ഞാനിപ്പോൾ MC റോഡ് വഴി ആലപ്പുഴയ്ക്ക് പോകുന്നത്. എനിക്ക് ഭയമാണ്. കാരണം വണ്ടിയെ ഡ്രൈവറാണ് ഓടിക്കുന്നതെങ്കിൽ ഇരുന്നാൽ ഉറക്കം വരത്തില്ല. അത്രമാത്രം ഭയാനകമായ അന്തരീക്ഷത്തിൽ ഇവിടെ എങ്ങനെ ടൂറിസം വളരും? ടൂറിസ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ കാണുന്ന ടൂറിസ്റ്റുകളൊക്കെ പറയുന്നത് നല്ല നാട്, പക്ഷേ ഇവിടുന്ന് മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്? അടിസ്ഥാന സൗകര്യങ്ങളുടെ ഈ വണ്ടിയിൽ കയറി ഞങ്ങൾ ജീവൻ പണയം വെച്ച് വേണം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലോ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടോ പോകാൻ. അല്ല പിന്നെ ട്രെയിനിൽ കയറി കിടക്കണം. ട്രെയിനിൻ്റെ സൗകര്യവും അതിൻ്റെ ടോയ്ലറ്റിൻ്റെ കണ്ടീഷൻസും ഒക്കെ ഒരു നല്ല ക്ലാസ് ടൂറിസ്റ്റുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ രാജ്യത്തേക്ക് വരുന്നതിന് തടസ്സമാണ് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ. അതെ, ഈ സർക്കാർ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് പോകുന്നത്. താങ്കളെ പോലുള്ളവരിൽ കണ്ണ് വെക്കുന്നുണ്ട്. ഇടയ്ക്ക് കേട്ടു തോമസ് ചാണ്ടി അതിലേക്കുമൊക്കെ. അങ്ങനെ വല്ല പ്രലോഭനവും വന്നിട്ടുണ്ടോ?
അവർക്കെല്ലാം ഒരു കാര്യം അറിയാം, എന്തെല്ലാം പ്രലോഭനം തന്നാലും ഞാനൊരു മന്ത്രിയാകത്തില്ല. കാരണം എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ വ്യവസായങ്ങൾ വിദേശ രാജ്യത്ത് കിടക്കുന്നു. MLA ആണെങ്കിൽ ആരോടും ചോദിക്കേണ്ട ഏത് സമയത്തും എനിക്ക് പോകാം. മന്ത്രിയാണെങ്കിൽ എഴുതി കുത്തി പെർമിഷൻ വാങ്ങിച്ചേ പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെർമിഷൻ വാങ്ങിച്ച് പോകാവുന്ന ഒരവസ്ഥയിലല്ല ഞാൻ. 1. 2, അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ ഉടനെ പോകുന്ന ഒരു സ്വഭാവക്കാരനും അല്ല ഞാൻ. ഇതിനൊക്കെ ഇതിനൊക്കെ ഒരു മര്യാദയില്ലേ. പിന്നെ സർക്കാർ നൂൽപ്പാലത്തിലൂടെയാണെന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അതിനകത്ത് 3 ഒറ്റയാന്മാരുണ്ടായിരുന്നു. 3 ഒറ്റയാന്മാരെ അവർ മന്ത്രിയാക്കി. ഇപ്പം ജേക്കബിൻ്റെ സ്ഥാനത്ത് വേറൊരാൾ വരും, അത് വരട്ടെ. പിന്നുള്ളത് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയാണ്. അതിനകത്ത് മന്ത്രിയുണ്ട്. എനിക്ക് തോന്നുന്നില്ല വീരേന്ദ്രകുമാറിൻ്റെ മകന് മന്ത്രിയാകാൻ താല്പര്യമുണ്ടെന്ന്. പിന്നുള്ളതെല്ലാം മേജർ കക്ഷികളാണ്. അതിനകത്തുനിന്ന് ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടുകയോ മാറുകയോ ചെയ്യും എന്നൊരു ഒരു 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 സ്വപ്നം പോലും കാണാനൊക്കാത്ത ഒരു കാര്യമാണ്. ആരും മാറാൻ പോകുന്നില്ല. പിന്നെ ആരെങ്കിലും പനിയായിട്ട് കിടക്കുന്ന നേരം നോക്കി ഒരു വോട്ടിന് അതൊരു സ്ഥായിയായ പരാജയമായിരിക്കത്തില്ലല്ലോ. വീണ്ടും ഗവർണർ ഒന്ന് പെട്ടെന്ന് രാജിവെക്കേണ്ടി വന്നാലും വീണ്ടും ഗവർണർ ആ മന്ത്രിസഭയ്ക്ക് തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മുടെ ഖജനാവിന് അധിക ഭാരം വരുത്തി വെക്കാവുന്നല്ലാതെ ഒന്നും സംഭവിക്കുമെന്ന് നടക്കത്തില്ല. ഞാൻ വിചാരിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടി അവർ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ എനിക്കോ അല്ലെ എൻ്റെ കൂടെയുള്ള ആളിനോ അങ്ങനെ ചാടിപ്പോകാനൊക്കത്തില്ല. ഞങ്ങളൊരു ദേശീയ പാർട്ടിയാണ്, അഖിലേന്ത്യാ പാർട്ടിയാണ്, അഖിലേന്ത്യാ തലത്തിൽ അംഗീകാരമുള്ള പാർട്ടിയാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ ഞങ്ങൾക്ക് 2 ക്യാബിനറ്റ് മന്ത്രിമാരും വേറെ മന്ത്രിയൊക്കെ ഉള്ള പാർട്ടിയുടെ മന്ത്രിയാണ്. ശരത് പവാറിനോട് എന്ന് ചോദിച്ചാലും അങ്ങേരും സ്പീക്കർ പറഞ്ഞ ഭാഷയിൽ തറവാടിത്തമുള്ളവനാണ്. അങ്ങനെയൊന്നും അല്ല. പക്ഷേ ഇതിൻ്റെ ഒരു വിഷമം അനുഭവിക്കുന്നില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇവിടെ നിങ്ങൾ നേരെ എതിർചേരിയിലാണ്. അതിവിടെ മാത്രമല്ലല്ലോ. ശരത് പവാർ കേരളത്തിൽ NCAP കൂടെ UDF ചേർക്കണമെന്ന് പല പ്രാവശ്യം സോണിയാഗാന്ധിയോട് പോയി പറഞ്ഞതാണ് നേരിട്ട്. ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇനി ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. അന്ന് അവർ താല്പര്യം കാണിച്ചില്ല. അപ്പം പറഞ്ഞ് കേസ് ബൈ കേസ് ഓരോ സ്റ്റേറ്റിലെ കാര്യം ആ സ്റ്റേറ്റിലാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ്സിന് എതിരായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന സ്റ്റേറ്റുകൾ വേറെ ഉണ്ട്. മേഘാലയത്തിലും മണിപ്പൂരിലും വേറെ പല സ്ഥലത്ത് ഇങ്ങനെ കോൺഗ്രസ്സിന് എതിരായിട്ട് കോൺഗ്രസ് ഭരണകക്ഷിയിലും NCP പ്രതിപക്ഷത്തും, അതിനു മുമ്പ് NCP ഭരണകക്ഷിയായിരുന്നപ്പം കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്ന പല സ്റ്റേറ്റുകളുണ്ട്. അതിന് വലിയ തടസ്സമൊന്നുമല്ല, സ്റ്റേറ്റ് ഭരണമല്ലേ. കുട്ടനാട് പാക്കേജിനെ ചൊല്ലി ചില അനാവശ്യ വിവാദങ്ങളുണ്ടായി. എന്താണിപ്പം ഇതിൻ്റെ അവസ്ഥ? എന്താണിപ്പം? അവിടെ ഞാനല്ല കുട്ടനാടിൻ്റെ MLA. അവിടെ ഒരു വിവാദവും ഉണ്ടായിട്ടില്ല. ഈ വിവാദമെല്ലാം നിങ്ങളുണ്ടാക്കുന്നതാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ സൂര്യ TV അല്ല കേട്ടോ. മൊത്തത്തിൽ വാർത്താ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വിവാദങ്ങളാണ്. അവിടെ പ്രത്യേകിച്ച് വിവാദത്തിനൊന്നും സമയമായില്ല. ഞാൻ തന്നെ കഴിഞ്ഞ പ്രോസ്പെരിറ്റി കൗൺസിൽ പറഞ്ഞു, ഉമ്മൻചാണ്ടി ഈ പൈലാൻഡ് സ്ലാബ് അടിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല കാര്യമാണ്, പൈലാൻഡ് സ്ലാബ് തന്നെ വേണം, അതിന് 1 മീറ്റർ കൂടെ നീളം കൂട്ടണം, അതിൻ്റെ ഗ്രൂ കുറച്ചുകൂടെ താഴണം, കാരണം ഈ വെക്കുന്ന സ്ലാബ് ചെളിക്കകത്ത് ഇറങ്ങി നിൽക്കണം. പിന്നെ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ക്വാളിറ്റി, ഇതിനകത്ത് ഇട്ടിരിക്കുന്ന കമ്പിയൊക്കെ ഇത് കറക്റ്റായിട്ടാണോ, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചാണോ, ഇതിന് ചില കൊട്ടേഷൻസും കാര്യങ്ങളും ഒക്കെ വെക്കുമ്പോൾ ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ചാണോ പോകുന്നെന്ന് സുതാര്യത ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. പ്രത്യേകിച്ച് അതിനൊരു കമ്മിറ്റിയോ മോണിറ്ററിംഗ് കമ്മിറ്റിയോ ഇതുണ്ടാക്കാൻ കമ്പി കൊണ്ടിടുമ്പോൾ തന്നെ ചെക്ക് ചെയ്യണം. അത് വാർക്കുന്നിടത്ത് ഗവൺമെൻറ്റിൻ്റെയോ ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയോ ആൾ നിൽക്കണം. അല്ല, ഈ കൃഷിമന്ത്രി അത് പരിശോധിക്കാൻ വന്നത് എന്തുകൊണ്ടാണ് സ്ഥലം MP-ക്ക് രസിക്കാതിരുന്നത്? അത് അദ്ദേഹത്തോട് ചോദിക്കണം. കാരണം ഞാൻ നോക്കിയിട്ടൊരു കാരണവും കാണുന്നില്ല. അദ്ദേഹം അതിൻ്റെ താങ്കൾ താറാവിറച്ചി ഓഫർ ചെയ്തിട്ട് കൊണ്ടുപോയതാണെന്നാണ്. അല്ല, അത് കേക്ക് പറഞ്ഞു. 2 ആഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം അവിടെ വന്നപ്പം പറഞ്ഞു, അടുത്ത 15-ാം തീയതി ഞാൻ വരാം കളക്ടറേറ്റിൽ, നമുക്കൊരു അവലോകന യോഗം നടത്തിക്കളയാം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മന്ത്രി ഒരു കാര്യം ചെയ്യാം, എത്ര മണിക്കാണ്? 3 മണിക്ക്. നിങ്ങൾ 2 മണിക്കൂർ നേരത്തെ വരാമോ? അന്ധൻ ആനയെ കണ്ട പോലെ വർത്തമാനം പറയാതെ നിങ്ങളെ ഞാൻ എൻ്റെ സ്പീഡ് ബോട്ടിൽ കയറ്റി ഈ സ്ഥലങ്ങൾ, കാരണം മറ്റേ ബോട്ടിൽ പോയാൽ ഇത് ഓടിച്ചെന്ന് തീരത്തില്ല, വളരെ ദൂരെയാണ് ഇതൊക്കെ, കായലുകളൊക്കെ പലയിടത്ത് പോയി കാണിക്കണം. സ്പീഡ് ബോട്ടിൽ കയറ്റി ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുപോയി ഈ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് വന്ന് പറയുമ്പോൾ എന്താണ് ഈ പരാതി പറയുന്നതെന്ന് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ആ ചാണ്ടിച്ചായ അത് നല്ലൊരു കാര്യമാണ്.
അങ്ങനെ അദ്ദേഹം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ 10-50 ജോലിക്കാരുണ്ടായിരുന്നു. അവരെൻ്റെ വീട്ടിൽ വന്ന്, എൻ്റെ വീടിൻ്റെ അവിടെ നിന്നാണ് ബോട്ടിൽ കയറുന്നത്. എൻ്റെ വീട്ടിൽ ഈ മുഴുവൻ ജോലിക്കാർക്കും മന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനും ഭക്ഷണവും കൊടുത്തു. ഇത് ഇന്നൊന്നും തുടങ്ങിയല്ല. ഞാൻ MLA ആയ കാലം മുതൽ, അന്ന് ഞാൻ UDFൻ്റെ ആളായിട്ട് ജയിക്കുമ്പോഴും എൻ്റെ വീട്ടിൽ കോടിയേരി ബാലകൃഷ്ണൻ മന്ത്രിയായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴും കോടിയേരിക്കും 100 പോലീസുകാർക്കും എൻ്റെ വീട്ടിലാണ് ഭക്ഷണം കൊടുത്തത്. ശ്രീമതി ടീച്ചറും എൻ്റെ വീട്ടിലാണ് വന്നത്. AK ബാലൻ 42 കോടിയുടെ പോസ്റ്റുകൾ ഇടാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ചുണ്ടൻ വള്ളത്തിൽ സ്വീകരണം കൊടുത്തു. കാരണം 42 കോടി രൂപ കുട്ടനാടിന് അനുവദിച്ച മന്ത്രി വരുമ്പം അദ്ദേഹം മറ്റേ പക്ഷത്തായതുകൊണ്ട് ഞാനതൊന്നും നോക്കത്തില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി 2 ചുണ്ടൻ വള്ളം ഇട്ട് സ്വീകരിച്ച് ആനയിച്ച് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഒരു 100 പേരും കൂടെ ഭക്ഷണം കൊടുത്തു. ഇത് എൻ്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നത് ഒരു പുതിയ വാർത്തയൊന്നുമല്ല. കൊടിക്കുന്നിൽ സുരേഷിന് ഇതുവരെ കൊടിക്കുന്നിൽ സുരേഷിനെ അന്ന് ഞങ്ങൾ ടെലിഫോണിൽ വിളിക്കാൻ ഞാനും എൻ്റെ സെക്രട്ടറിയും ശ്രമിച്ചു, കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ യോഗത്തിന് കളക്ടറേറ്റിൽ നിന്ന് ക്ഷണിച്ചിരുന്നു, യോഗസ്ഥലത്തേക്ക്. എൻ്റെ വീട്ടിൽ വാ, നമുക്ക് ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ എന്ന് പറയാൻ 2 ദിവസം വിളിച്ചിട്ട് അദ്ദേഹത്തെ കിട്ടിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ കാണത്തില്ലായിരിക്കും ഡൽഹിയിൽ. അപ്പം അത് തിരക്കാൻ പോയില്ല. വലിയ അത്യാവശ്യമുള്ള കാര്യമല്ല, കാരണം സ്പീഡ് ബോട്ടിൽ പോയി ഇങ്ങനെ ഇതൊന്ന് കാണിച്ചാൽ മതിയല്ലോ. വേറെ ഒരു വിശദമായ പഠനമൊന്നും വേറെ ആരുമായിട്ടും ബന്ധപ്പെട്ടുള്ളതല്ല. അപ്പം അതുകൊണ്ട് വിളിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വന്ന് കാണും, തെറ്റിദ്ധരിച്ച് കാണും, അദ്ദേഹത്തെ ഒഴിവാക്കിയതാണെന്ന്. എന്തായാലും ആ പ്രശ്നമല്ല, ഇഷ്യൂ ഞാനുമായിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ വിളിച്ച് പറഞ്ഞു കാണും, ആവശ്യമില്ലാത്ത ഇഷ്യൂ ഉണ്ട്. കാരണം KP മോഹനെ അദ്ദേഹം കളിയാക്കിയാൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾ ഞാനല്ല. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഒരംഗത്തെക്കുറിച്ചാണ് അദ്ദേഹം ഈ അബദ്ധം പറഞ്ഞത്. അത് പറയാൻ പാടില്ലായിരുന്നു. അത് പക്ഷേ KP മോഹൻ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് എനിക്കതിന് ബാക്കി പറയേണ്ടി വന്നത്. ഈ പാക്കേജിനെ കുറിച്ച് എന്തെങ്കിലും ആശങ്കകൾ ഇപ്പം നിലനിൽക്കുന്നുണ്ടോ? ഒരാശങ്കയില്ല. ഗവൺമെൻറ് കുറേ കൂടെ താല്പര്യമെടുത്ത് അത് സ്പീഡ് കൂട്ടി ചെയ്യണം. കുട്ടനാട്ടിലെ കർഷകനും കുട്ടനാട്ടിലെ 2ാം കൃഷി ഇല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തും പെരയ്ക്കകത്തും വെള്ളം കയറുന്ന ഭൂമിശാസ്ത്രത്തിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് കർഷക തൊഴിലാളി കുടുംബങ്ങളും പ്രത്യാശയോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. ഇത് കുട്ടനാടിൻ്റെ ഒരു ശാപമോക്ഷമാണ്. ഇത് തീർച്ചയായും വളരെ വേഗം നടപ്പിലാക്കാൻ ഈ ഗവൺമെൻറ് മുൻകൈ എടുക്കും. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അതിന് താല്പര്യമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കരയും അതുപോലെ തന്നെ ഇറിഗേഷൻ മന്ത്രി പ്രേമചന്ദ്രനുമൊക്കെ നല്ലതായിട്ട് അതിനുവേണ്ടി താല്പര്യം എടുത്തു നോക്കി. പക്ഷെ അന്ന് ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു, അതിൻ്റെ തടസ്സമായിരുന്നതുകൊണ്ട്. പിന്നെ പവൻകുമാർ ബെൻസിൽ പ്രേമചന്ദ്രൻ വിളിച്ചിട്ട് ഇവിടെ വന്ന് രണ്ടാമത് അതിനെക്കുറിച്ച് ചർച്ച നടത്തി. ഇത് ബോധ്യപ്പെട്ട് ക്ലിയർ ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് ആ മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാറായി. എന്നിട്ടും ആ മന്ത്രിസഭ പോകുന്നതിന് മുമ്പ് തന്നെ പൈലടിക്കാൻ തുടങ്ങിയിരുന്നു, സ്ലാബ് ഇടാൻ തുടങ്ങിയിരുന്നു. കൽക്കെട്ടുകൾ പല സ്ഥലത്തും പൂർത്തിയാകുന്നുണ്ടായിരുന്നു. തോടിന് പൈലും സ്ലാബും ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ആ പ്രദേശങ്ങളിലൊക്കെ കൽക്കെട്ട് വേണം. എന്നാൽ ആറിനും കായലിനും ഒക്കെ പൈലാൻ സ്ലാബ് തന്നെ, മട വീഴുന്ന പാടങ്ങൾക്കൊക്കെ പൈലാൻ സ്ലാബ് തന്നെ കൂടിയേ തീരും. ശ്രീ തോമസ് ചാണ്ടി ഏത് രാഷ്ട്രീയക്കാരനെ എന്ന പോലെ വിവാദങ്ങളുടെ ഒരു സഹയാത്രികനാണ്. ഇപ്പോൾ കിളിരൂർ കേസ് അതിൻ്റെ വിചാരണ നടക്കുകയാണ്. താങ്കളെ ചുറ്റിപ്പറ്റി ചില ആക്ഷേപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ അത് ക്ലിയർഡ് ആയിട്ടില്ല. എന്താ ഇതിൽ നിജസ്ഥിതി എന്താണ്? 100 കോടിയിലധികം രൂപ മുടക്കി എനിക്കൊരു വ്യവസായമുണ്ട്. അത് തുടങ്ങിയത് 2003 വലിയൊരു റിസോർട്ട് ആലപ്പുഴയിലെ കേരളത്തിലെ തന്നെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ കിടപിടിക്കാവുന്ന ഒന്നായിട്ടത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. 2003 ഞങ്ങളത് ട്രയൽ റൺ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, മലയാള മനോരമ, മാതൃഭൂമി, പിന്നെ ഒരു പത്രവും കൊണ്ട് ഈ 5 പത്രത്തിൽ പല പ്രാവശ്യം വലിയ കോളത്തിൽ അഡ്വർട്ടൈസ് ചെയ്ത് റിസപ്ഷനിസ്റ്റ് മുതൽ ഇനി താഴെ തൂക്കാനും പിന്നെ ക്ലീനേഴ്സ് വരെയുള്ള ഏതാണ്ട് 34-42 പോസ്റ്റുകൾ, തരത്തിലുള്ള പോസ്റ്റുകൾ. ആയിരക്കണക്കിന് ആളുകൾ ശുപാർശയോടും ശുപാർശയില്ലാതെയും അതുവഴി കടന്നുപോയി. ചില സമയത്തൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ ചെല്ലേണ്ട കാര്യമില്ല, ഞങ്ങളുടെ മാനേജർമാരാണ് ചെയ്യുന്നത്. ആ കൂട്ടത്തിലൊരു ശുപാർശയോടെ ഒരു സ്ത്രീ 2-3 പ്രാവശ്യം കുറേ പെൺകുട്ടികളുമായിട്ട് അവിടെ വന്നു. ആ കൂട്ടത്തിൽ MSc-കാരുണ്ടായിരുന്നു, BSc-കാരുണ്ടായിരുന്നു, MSc കമ്പ്യൂട്ടറുകാരുണ്ടായിരുന്നു, MCA-കാരുണ്ടായിരുന്നു.
ആ കൂട്ടത്തിൽ ഈ കുട്ടി ഉണ്ടായിരുന്നുള്ളതാണ് പ്രശ്നം. ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഈ കുട്ടിയെ പിന്നീട് ഞങ്ങൾ ഈ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ഈ കുട്ടി ഉണ്ടായിരുന്നു. കാരണം ഈ സ്ത്രീയാണല്ലോ അതിനകത്തെ പ്രതി. അവർ ശുപാർശയോടെ വന്നു പോയി. അപ്പം അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാനതുകൊണ്ടാണല്ലോ പ്രതികരിക്കാത്തത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കേസിൻ്റെ വിചാരണ നടക്കുന്നത് കൊണ്ട് പ്രതികരിക്കുന്നില്ല. ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞു. കേസിൻ്റെ വിചാരണ കഴിയുമ്പോൾ തോമസ് ചാണ്ടിയുടെ നല്ല പ്രതികരണം ഉണ്ടാകും. ഇത്തരം ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ അത് ഈ മേഖലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വ്യതിചലിപ്പിക്കുന്നുണ്ടോ താങ്കളെ ഇത്തരം ആക്ഷേപങ്ങൾ? ഇല്ലല്ലോ. കാരണം ഒരു ശതമാനം പോലും നമുക്ക് ബന്ധമോ അല്ലെങ്കിൽ ഇതിനൊരു മറുപടി പറയേണ്ട ആവശ്യമോ ഉണ്ടായിരുന്നെങ്കിൽ കേരള പോലീസ് അന്വേഷിച്ചിട്ട് CBIക്ക് കൊടുത്ത് CBI അന്വേഷിച്ച് പൂർത്തിയായ ഒരു കാര്യം എവരാരും നമ്മളോട് വന്ന് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ച് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്ത് പറയും, നമുക്കറിയാവുന്നത് പറഞ്ഞു കൊടുത്തു. അതൊഴിച്ചാൽ മറ്റൊരാരോപണമില്ലല്ലോ. ഈ പെൺകുട്ടിയെ തന്നെ മജിസ്ട്രേറ്റ് പോയി മൊഴിയെടുത്തില്ലേ? ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥർ പലരും വിളിച്ചു ചോദിച്ചില്ലേ പെൺകുട്ടിയെ മൊഴിയെടുത്തില്ലേ? വേറെ കണ്ടൊക്കെ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ നിന്നും വന്നതിനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം ഇത് ഇങ്ങനെ പിക്നിക്ക് പോകുന്ന കൂട്ടത്തിൽ ഈ പിള്ള ആളുകളെ കൊണ്ട് പോയ കൂട്ടത്തിൽ വല്ലതും വന്നതായിരിക്കും. നമുക്കിതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്നാ? പിന്നെ അന്നിത് രാഷ്ട്രീയ വിവാദമാക്കി ഉയർത്താൻ ചിലരൊക്കെ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇതങ്ങ് വലുതായി. എങ്ങനെ ആലപ്പുഴ റിസോർട്ട് ശരിയല്ലേ, ആലപ്പുഴ റിസോർട്ടിൽ പോയി എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂവിന് വന്നതാണോ മറ്റാരുടെ കൂടെ വന്നതാണോ, ഇതിന് പങ്കുണ്ടോ, ഉടമസ്ഥന് പങ്കുണ്ടോ? ഇങ്ങനെ എൻ്റെ റിസോർട്ടിൽ ഒരുപാട് സിനിമാ താരങ്ങൾ വന്ന് താമസിക്കുന്നുണ്ട്. ഞാൻ ഇവരെ ഒന്നും കാണാൻ പോകാറേ ഇല്ല. ഈയിടെ നയൻതാരയും രജനീകാന്തും കൂടെ 1 മാസം ഉണ്ടായിരുന്നു. കായലിലായിരുന്നു ഷൂട്ടിങ്. അതുകൂടാതെ ഇവിടുത്തെ പേരെടുത്ത എല്ലാ സിനിമാ നടികളും സിനിമാ നടന്മാരും ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. ഈ അടുത്ത സമയത്ത് അവിടെ തന്നെ ഒരു സിനിമ തന്നെ പിടിച്ചവർ. എനിക്ക് സത്യം പത്രപ്രവർത്തകരെയും കൊണ്ടുപോയി കേട്ടത്. അവിടെ പത്രപ്രവർത്തകരെ ആലപ്പുഴക്കാരെ വിളിച്ചു കാണും. അല്ല, ഞാൻ പറഞ്ഞത് ഇത്രയും സിനിമാ താരങ്ങളും ഇത്രയും സിനിമാ പിടിത്തമൊക്കെ അവിടെ നടന്നിട്ട് ഒരു ദിവസം എനിക്കൊന്ന് പോകാനൊത്തില്ല. എനിക്ക് സമയം കിട്ടിയില്ല. ഒന്ന് ഞാൻ വിദേശത്തായിരിക്കും, ഇവിടെ ആണെങ്കിൽ തന്നെ മണ്ഡലത്തിലായിരിക്കും. ഗണേഷ് കുമാർ വന്ന അവിടെ ഒരു ഫിലിം പിടിച്ചിട്ട് എന്നെ പല പ്രാവശ്യം വിളിച്ചിട്ട് കാരണം നമുക്ക് നേരം കിട്ടുന്നില്ല. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് അതിനെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛത്തോടെ വീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും ഭയങ്കര മനപ്രയാസമുണ്ട്. ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ, ഈ കേസൊന്ന് കഴിഞ്ഞോട്ടെ, അപ്പോൾ എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടോണം. എങ്ങനെയുണ്ട് ഇപ്പോൾ താങ്കളുടെ ആരോഗ്യം? ഹെൽത്ത് വൈസ് ആർ യു ഓക്കെ? തമ്പുരാൻ്റെ കൃപയാൽ ഒരസുഖവുമില്ല. ഇന്നലെയും ലേക്ക് ഷോർ പോയി ടെസ്റ്റ് ചെയ്തു. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇത്രയും നാളായിട്ട് കൊളസ്ട്രോളോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഷുഗറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ആയിട്ടില്ല. തമ്പുരാൻ്റെ കൃപ, സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വളരെ ആരോഗ്യത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒക്കുന്നു. മണ്ഡലത്തിൽ ഓടി നടക്കുന്നു. അതുപോലെ തന്നെ വിദേശത്തെ സ്കൂളുകളൊന്നും കളയാനൊക്കത്തില്ല. എൻ്റെ ഉപജീവനം ഈ ഇലക്ഷന് എനിക്കെതിരായി പ്രസംഗിച്ചവർ ഇദ്ദേഹം ഇവിടെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഞാനും അങ്ങനെ തന്നെ പ്രസംഗിച്ചു. ശരിയാണ്, അവർ പറയുന്നതിൽ കുറേ വാസ്തവമുണ്ട്. ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ച ഞാനിവിടെ കാണത്തില്ല മിനിമം. ഏതായാലും 10 ദിവസത്തിൽ കൂടത്തില്ല, അതിൽ താഴെ കാണത്തുള്ളൂ. 20 ദിവസം ഞാൻ എൻ്റെ മണ്ഡലത്തിൽ കാണും, അസംബ്ലി ഇല്ലെങ്കിൽ. കേരളത്തിൽ ഒരു വൻ വ്യവസായിയാണ് താങ്കൾ. കേരളത്തിൽ എന്തെങ്കിലും പദ്ധതികൾ? എനിക്ക് പ്രത്യേക വേറെ വ്യവസായമൊന്നുമില്ല. വിദേശ രാജ്യത്ത് സ്കൂളുകളുണ്ട്, ബുക്സ് ഷോപ്പുകളുണ്ട്, പിന്നെ യൂണിഫോം. ഇവിടെ വലിയ പ്രൊജക്ടുകളൊന്നും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ അന്തരീക്ഷം ശരിയല്ല. കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ആരെങ്കിലും ഇപ്പം തന്നെ ഞാൻ തുടങ്ങിയ റിസോർട്ട് തന്നെ അതിന് മുടക്കിയ കാശും അതിനടുത്ത ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അത് വേറെ വല്ലയിടത്തും അയൽ സംസ്ഥാനങ്ങളിൽ വല്ലതും ആയിരുന്നെങ്കിൽ 4 ഇരട്ടി വിജയിച്ചേനും, 4 ഇരട്ടി വിജയിക്കുമായിരുന്നു. പിന്നെ ഞാനന്ന് തുടങ്ങിയത് ഒരു ലാഭം ഉദ്ദേശിച്ചല്ല. ഞാൻ ആദ്യം മനസ്സിലാക്കി കുട്ടനാട്ടിൽ കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾ തിരിച്ച് ആലപ്പുഴ വരും. അവർക്ക് ഒരു ദിവസം കൂടെ ബോട്ട് യാത്ര ചെയ്യണം. ബോട്ടേ കടന്നാൽ കൊതുകൊക്കെ ഉള്ള കാലം ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. എപ്പോഴാണല്ലോ എയർ കണ്ടീഷനും ഈ ജനറേറ്ററും ഒക്കെ വന്നത്. അതിനു മുമ്പ് ഇവരെന്ത് ചെയ്യും, ഈ ടൂറിസ്റ്റുകൾ തിരിച്ച് കാർ ഓടിച്ച് മലബാർ ഹോട്ടലിൽ പോയി കിടന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും വരും.
അന്നാണ് എൻ്റെ മനസ്സിൽ ഈ ഐഡിയ പോയത്. ഈ ആലപ്പുഴയിൽ വരുന്ന, കുട്ടനാട്ടിൽ വരുന്ന ടൂറിസ്റ്റുകളെ ഇവിടെ തന്നെ അവർക്ക് ഒരു മാന്യമായ അക്കോമഡേഷൻ കൊടുക്കേണ്ട സൗകര്യത്തിൽ ഒരു ഹോട്ടൽ ഉണ്ടാക്കണം. പക്ഷെ അത് ആലോചിക്കുമ്പോൾ എൻ്റെ പണമില്ലായിരുന്നു. ഞാൻ പലരെ കൂട്ടുപിടിച്ചാണ് തുടങ്ങിയത്. പക്ഷെ കുറേ കഴിഞ്ഞ് പണം കൂടുതൽ വേണ്ടി വന്നപ്പോൾ അവരെല്ലാം ഇട്ടിച്ച് പോയി. ആ സമയത്ത് തമ്പുരാൻ ദൈവം എനിക്ക് പണം തന്നു. അതുകൊണ്ട് അത് പൂർത്തിയായി. ഇത് മനോഹരമായ റിസോർട്ട്, നിങ്ങളും വന്ന് കാണണം. പ്രേക്ഷകരെ എല്ലാം ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങളുടെ റിസോർട്ടിലേക്ക്. കാരണം വളരെ മനോഹരമായ റിസോർട്ടാണെന്ന് വിദേശത്തു നിന്ന് വരുന്ന ആളുകൾ, ലോകത്തിൻ്റെ പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ എന്നെ പ്രത്യേകമായി വിളിപ്പിച്ചിട്ട്, ഞങ്ങൾ ഇത്തരം റിസോർട്ട് ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയിട്ടും കണ്ടിട്ടില്ല എന്ന് വരെ പറഞ്ഞപ്പോൾ, വേണ്ടല്ലോ, നമ്മുടെ സ്പീക്കറായിരുന്ന വക്കം പുരുഷോത്തമൻ ഇത് തുടങ്ങിയ കാലത്ത് കുടുംബത്തോടൊപ്പം ഒരു 4-5 ദിവസത്തോളം താമസിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ എന്താണെന്നറിയാം? അദ്ദേഹം പറഞ്ഞു, എടോ തനിക്ക് വന്ന ഇവിടെ ഇരുന്ന ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പം പോവുക. ഞാൻ പറഞ്ഞു, എന്താ വക്കംജി? എടോ, ഞാൻ ലോകത്തിൻ്റെ ഇനി എൻ്റെ കുടുംബമായിട്ട് പോകാൻ സ്ഥലങ്ങളൊന്നും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ല ഒരു റിസോർട്ട് ഞാനിപ്പോൾ ആദ്യം കാണുക. ഇവിടെ കുറേ അഡീഷൻസ് ഡിലീഷൻസ് ഒക്കെ താൻ ചെയ്യാനുണ്ട്. അത് ഫ്രീ ആയിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു എൻകറേജ്മെൻറ്റുകൾ എനിക്ക് വക്കത്തിൻ്റെ, അതുപോലെ തന്നെ കുവൈറ്റിലെ ഒരു മന്ത്രി കുടുംബമായി ഒന്ന് താമസിച്ചപ്പോഴും അദ്ദേഹം ഇങ്ങനെ തന്നെ പറഞ്ഞു. കുവൈറ്റിലെ ഷെയ്ഖിൻ്റെ, അമീർ റൂളർ ഷെയ്ഖിൻ്റെ മൂത്ത മകൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് വന്ന് അവിടെ ഒരു ദിവസം താമസിച്ചിട്ട് എന്നോട് ഒന്ന് വെച്ച് പറഞ്ഞു, യുവർ ന്യൂ റൂംസ് ആർ വെരി ബ്യൂട്ടിഫുൾ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഞാൻ വീണ്ടും വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുത്തെ ഇതിൻ്റെ അമീരി ദിവാൻ്റെ മന്ത്രിയാണ്. റൂളർ ഷെയ്ഖിൻ്റെ മൂത്ത മകൻ സ്വന്തം പ്ലെയിനിലാണ് കൊച്ചി വരുന്നത്. അപ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് നല്ല ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം സഫലമായി. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പഴികളും ഒക്കെ കേട്ടു. അത് സഹിച്ചാലേ ഇങ്ങനെയുള്ള രംഗത്ത് വിജയിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ബുദ്ധിമുട്ടും മനപ്രയാസമൊക്കെ ഉണ്ട്. പക്ഷേ നോ പ്രോബ്ലം. എന്തായാലും താങ്കളുടെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. വർത്തമാനത്തിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു.